ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോൾ ഓരോ അടിമയോടും നീ കരുണയുള്ളവനാകണം. നിന്റെ ജീവിതത്തിൽ നീ കരുണയുള്ളവനാകണം. ഉമ്മ അസ്മാഉൽ ഹുസ്ന നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ അവന്റെ എന്ത് ആഗ്രഹമുണ്ടെങ്കിലും പടച്ച റബ്ബി അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് ഇരുന്നു കൊണ്ട് അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമല്ലോ. അവന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമല്ലോ. അവന്റെ പ്രാർത്ഥന ഒരിക്കലും അല്ലാഹു തട്ടിക്കളയില്ലല്ലോ. അതിന് ഒന്നാമതായിട്ട് കാണാം യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ്. ഓരോ അസ്മാകളെന്ന് എടുത്തു നോക്ക, എന്നിട്ടതിന്റെ അർത്ഥമൊന്ന് പഠിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വഭാവങ്ങളാണ് അതിലൂടെ പറയുന്നത്. ആ പടച്ച തമ്പുരാന്റെ നന്മകളാണ് അതിലൂടെ പറയുന്നത്. അങ്ങനെ 99 നാമങ്ങൾ നമുക്ക് കാണുമല്ലോ. അല്ലാഹ് എന്ന് കൂട്ടിയാൽ അതിന് 100 തികഞ്ഞതായിട്ട് നമുക്ക് കാണാമല്ലോ. അങ്ങനെ അസ്മാഉൽ ഹുസ്നയെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് പഠിച്ചാൽ, അതിന്റെ മഹത്വം നിങ്ങളങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ, അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയാൽ പടച്ചു തമ്പുരാനെ ഒരിക്കലും തന്നെ നമുക്കത് തന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ കഴിയില്ല. അത്രത്തോളം മഹത്വമാണ് അസ്മാഉൽ ഹുസ്നക്ക്, അത്രത്തോളം അനുഗ്രഹമാണ് അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവേ അതിൽ റഹീമുണ്ട്, റഹ്മാനുണ്ട്, അല്ലാഹുവിന്റെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അതാണ് പറഞ്ഞത്, ആ അനുഗ്രഹങ്ങളായ വിശേഷണങ്ങൾ മുഴുവനും നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഈ പറയുന്ന എനിക്ക് കഴിയണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വാപ്പമാർക്ക് കഴിയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കഴിയണമല്ലോ. അല്ലാഹുവേ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ എല്ലാവരോടും കരുണയുള്ളവനാകോ. നിന്റെ ഹൃദയത്തിൽ കരുണയുള്ളവനാകോ. എങ്കിലേ നിനക്ക് വിജയിക്കാൻ കഴിയോ. എന്തിനെ നിനക്ക് വിജയിക്കാൻ കഴിയോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെ മനസ്സിനകത്തും അല്ലാഹു കാരുണ്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്വഹാബത്തിന്റെ മനസ്സിലും അല്ലാഹു കാരുണ്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് കടന്നുപോയത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അവനുണ്ടാക്കിയിട്ടില്ലെങ്കിൽ, അല്ലാഹുവേ കരുണയില്ലാത്ത ഹൃദയമായാൽ എടാ സഹജീവികളോട് കരുണ വേണേ, തന്റെ കൂടപ്പിറപ്പുകളോട് കരുണ വേണേ, തന്റെ ബാപ്പയോടും ഉമ്മയോടും കരുണ വേണേ, തന്റെ കൂട്ടുകാരോട് കരുണ വേണേ. അവരുടെ വേദനകൾ തന്റെ വേദനയായിട്ട് കാണാൻ കഴിയണേ. തന്റെ അയൽവാസിയുടെ സങ്കടങ്ങൾ തന്റെ സങ്കടമായിട്ട് കാണാൻ കഴിയണേ. അങ്ങനെ കരുണയുള്ളവനാകണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്.